ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓൾ ടൈം ഹൈയുടെ മുകളിലേക്ക് ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ചെറിയ ഒരു റീട്രേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റീട്രേസ്മെന്റ് കൊടുത്തിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ഒരു രീതിയിൽ റീട്രേസ്മെന്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മുകളിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്കൗട്ടിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വരുന്ന ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ ചാൻസുകളുണ്ട്. ബാങ്ക് നിഫ്റ്റി ജൂണിലേക്കുള്ള 5700 കോളിൻ്റെ ഒരു 26 ജൂണിലേക്കുള്ള 5700 കോളിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഈ ഒരു റിട്രേസ്മെൻറ്റിന് ശേഷം മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഈ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു റിട്രേസ്മെൻറ്റിന് ശേഷം മുകളിലേക്ക് ബ്രേക്കൗട്ട് കൊടുത്തതല്ല, ഈ ഒരു ട്രെൻഡ് ലൈനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വെച്ച് ഇതൊരു 1 hour ടൈം ഫ്രെയിമാണ്. സോ ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ മുകളിലേക്ക് പോകാൻ ചാൻസുകൾ ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പം മെയ് 15th ആയില്ല, ഏകദേശം മെയ് മന്ത് ഏകദേശം മിഡിലായിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ മെയ് മന്തിൽ ഒരു കോൾ ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡീക്കെ സംഭവിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രോഫിറ്റ് ലഭിക്കാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ടാണ് മെയ് മന്തിലേക്ക് മേടിക്കാതെ, മെയ് മന്ത് ഓപ്ഷനിലേക്ക് മേടിക്കാതെ ഞാൻ ജൂൺ മന്തിലേക്കുള്ള ഓപ്ഷൻസ് വാങ്ങിയത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ജൂൺ 26ലേക്കുള്ള കോൾ ഓപ്ഷൻ വാങ്ങിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ മെയ് ഏകദേശം മിഡിലായി 15th ആയി. സോ വരുന്ന അടുത്ത രണ്ടാഴ്ചത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഡീക്കാൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ജൂൺ മന്തിലേക്കുള്ള ഇത് മേടിച്ചിരിക്കുന്നത്. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ് എനിക്ക് വരുന്നത്. ഈ ഒരു ഇന്നത്തെ ഫോം ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിൽ താഴെ, അതായത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിന് താഴെ ഒരു റെഡ് ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻസ് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നതാണ്. ഓപ്ഷൻസ് ട്രേഡുകൾ ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോൾ ഓപ്ഷൻ എൻ്റർ ആയിട്ടുള്ളത്. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയ വരെ 57,000 അല്ലെങ്കിൽ 55,000 ഈ ഒരു ഏരിയ വരെ നമുക്ക് എങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ വരുന്നത് 2-3 ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ മേ ബി 1 or 2 weeks ആയെങ്കിൽ കൂടെ ഞാൻ അത് ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കും.